ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം നമ്മൾ കണ്ട് ശീലിച്ച ആ അത്ഭുതം ഇനി ഇന്ത്യയിലെ നിരത്തുകളിലും യാഥാർത്ഥ്യമാവുകയാണ്. അതെ, ഇനി നമ്മുടെ വാഹനങ്ങൾ പരസ്പരം സംസാരിക്കും. കുഴികൾ നിറഞ്ഞ അപകടങ്ങൾ പതിവായ പഴയ ഇന്ത്യയിലെ റോഡുകളിൽ നിന്ന് മാറി ലോകോത്തര നിലവാരത്തിലുള്ള ഡിജിറ്റൽ സ്മാർട്ട് ഹൈവേകളിലേക്ക് പുതിയ ഭാരതം ഗിയർ മാറ്റുകയാണ്. വികസിത രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വെഹിക്കിൾ ടു ഇൻഫ്രാസ്ട്രക്ചർ ആശയവിനിമയങ്ങൾക്കായി 5.875 മുതൽ 5.905 വരെ ഗിഗാ ഹെഡ്സിന് ഇടയിലുള്ള 30 മെഗാ ഹെഡ് സ്പെക്ട്രം യാതൊരു ലൈസൻസും ഇല്ലാതെ ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓൺ ബോർഡ് യൂണിറ്റുകൾക്കും ഇനി മുതൽ ലൈസൻസ് ആവശ്യമില്ല. എമർജൻസി ബ്രേക്കിംഗ്, ട്രാഫിക് ജാം, അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് ഡ്രൈവർമാർക്ക് ഇനി സെക്കൻഡുകൾക്ക് മുൻപേ തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് വാഹനങ്ങൾ തന്നെ നൽകും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിന്റെ പ്രാധാന്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ റേഡിയോയോ പ്രവർത്തിക്കുന്നത് വായുവിലൂടെയുള്ള അദൃശ്യമായിട്ടുള്ള തരംഗങ്ങൾ അഥവാ സ്പെക്ട്രം വഴിയാണെന്ന് അറിയാമല്ലോ. സാധാരണയായി ഇത്തരം സ്പെക്ട്രം ഉപയോഗിക്കാൻ ടെലികോം കമ്പനികൾ കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലൈസൻസ് ഫീസായി നൽകണം. എന്നാൽ വാഹന സുരക്ഷയെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ ഈ ഫീസും ലൈസൻസും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ പണം കൊടുക്കാതെ ബ്ലൂടൂത്തോ വൈഫൈയോ ഉപയോഗിക്കുന്നത് പോലെ വാഹനങ്ങളിലെ ഉപകരണങ്ങൾ യാതൊരു തടസ്സവും ചെലവുമില്ലാതെ പരസ്പരം സിഗ്നലുകൾ കൈമാറും. ലൈസൻസ് ഫീസ് ഇല്ലാത്തതിനാൽ കാർ നിർമ്മാതാക്കൾക്ക് ഈ സാങ്കേതിക വിദ്യ വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ സാധാരണക്കാരന്റെ കാറുകളിൽ ഉൾപ്പെടുത്താൻ കഴിയും. ലൈസൻസിനായി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതില്ല. അതിനാൽ ഈ സുരക്ഷാ സംവിധാനം അതിവേഗം നിരത്തുകളിൽ എത്തുകയും ചെയ്യും. ഇതൊരു വെറും സാങ്കേതിക മാറ്റം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ അതിവേഗമുള്ള ഒരു കുതിപ്പാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ ഇത് മാറ്റും. മുൻകാലങ്ങളിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത റോഡുകളും അഴിമതി നിറഞ്ഞ ഭരണവുമായിരുന്നു ഇന്ത്യയുടെ ശാപം. UPA സർക്കാരിന്റെ കാലത്ത് DMK മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 2G സ്പെക്ട്രം വിൽക്കാൻ വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് കോടികളുടെ അഴിമതിയാണ് അന്ന് നടന്നത്. എന്നാൽ അന്ന് അഴിമതിക്ക് ഉപയോഗിച്ച അതേ സ്പെക്ട്രം മേഖല ഇന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള V2X സാങ്കേതിക വിദ്യയ്ക്കായി യാതൊരു ലൈസൻസ് ഫീസും ഇല്ലാതെ പൂർണ്ണമായും സൗജന്യമായി വിട്ടു നൽകിയിരിക്കുകയാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ. ഗതാഗത മന്ത്രാലയവും വിവിധ ഏജൻസികളും സംയുക്തമായി നടത്തിയ നീക്കങ്ങളിലൂടെയാണ് V2X എന്ന ഈ സാങ്കേതിക വിദ്യ അതിവേഗം ഇപ്പോൾ രാജ്യത്ത് യാഥാർത്ഥ്യമാകുന്നത്. ഗതാഗത മന്ത്രാലയം, ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, സിയാം തുടങ്ങിയവയുടെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കേന്ദ്രം നേരത്തെ തന്നെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു. ഇതിന്റെ ഫലമായി മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ പോലുള്ള കൂറ്റൻ ഹൈവേകളിൽ ഇതിന്റെ പൈലറ്റ് പ്രോജക്റ്റുകൾ വിജയകരമായി പുരോഗമിച്ചു വരികയാണ്. V2V സാങ്കേതിക വിദ്യ വഴി വാഹനങ്ങൾ പരസ്പരം വേഗതയും ദിശയും തത്സമയം പങ്കിടുമ്പോൾ V2I വഴി വാഹനങ്ങൾ ട്രാഫിക് സിഗ്നലുകളുമായും ടോൾ ബൂത്തുകളുമായും നേരിട്ട് ബന്ധപ്പെടും. മനുഷ്യന്റെ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള അപകടങ്ങൾ പോലും ഡിജിറ്റലായി കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. പഴയ കാലത്തെ അച്ചടക്കമില്ലാത്ത സിസ്റ്റങ്ങളിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യയുടെ പിൻബലമുള്ള ലോക 1-ാം നമ്പർ റോഡ് ശൃംഖലയായി ഭാരതം മാറുകയാണെന്ന് ഈ നീക്കം അടിവരയിടുന്നു. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു കാലമാണിത്. നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഒരു സാധാരണക്കാരന്റെ സുരക്ഷയ്ക്കായി എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഇവിടെ തെളിയിക്കുകയാണ്. പരസ്പരം സംസാരിക്കുന്ന വാഹനങ്ങളുമായി പുതിയ ഭാരതം കുതിച്ചു പായുമ്പോൾ ആധുനിക ലോകത്തിന്റെ നെറുകയിൽ അനുദിനം ഇന്ത്യ അനിശ്ചിതമായിട്ടുള്ള ഒരു ശക്തിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്.